എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഫുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോൾ ഒരു ദിവസം എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത്, അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ എൻ്റെ പഴയ വീഡിയോസിന്റെ അടിയിലൊക്കെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള ഇപ്പൊ സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ്, നെറ്റിപ്പട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണല്ലോ നമ്മുടെ ചാനലിൽ കൂടുതൽ. അപ്പൊ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്, അതാണ് എല്ലാവരുടെയും ചോദ്യം. എനിക്കൊന്നും വീട്ടിലെ ജോലികൾ തന്നെ തീർക്കാൻ സമയമില്ലല്ലോ, അപ്പൊ ഇയാൾ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മുന്നേ കമന്റ്സ് വരാറുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എപ്പോഴും മന്ത്ലി പ്ലാനിങ്ങും അതുപോലെ വീക്ക്ലി ഉള്ള ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് വീട്ടമ്മയായിട്ട് ഇരുന്നിട്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഇൻകം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, എന്നെ പോലെ ഇഷ്ടം പോലെ പേര് അങ്ങനെ ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു കറക്റ്റ് ടൈം മാനേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ എപ്പോഴും വീക്ക്ലി മന്ത്ലി ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ തന്നെ അത് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആണ് കേട്ടോ. ഡൽഹിയിലായിരുന്ന സമയത്ത് ഫുൾ ബിസി ആയിരുന്നു, അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഇപ്പൊ ഞാനിങ്ങോട്ട് ചെന്നൈയിലേക്ക് മാറിയതിന് ശേഷം ഞാൻ അങ്ങനെ വർക്കൊന്നും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആണ്, വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളൂ. അപ്പൊ ഈ മന്ത് ഡിസംബർ നമ്മൾ ക്രിസ്മസ് മന്ത് ആണല്ലോ, അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ളത് തന്നെ ഉണ്ട്. ഡ്രസ്സ് തയ്ക്കണം, എനിക്ക് തയ്ക്കണം, അമ്മാളുവിന്റെ ബർത്ത്ഡേയും കൂടിയാണ് ക്രിസ്മസിന്, അപ്പൊ അവൾക്ക് ഡ്രസ്സ് തയ്ക്കണം. അങ്ങനെ കുറച്ച് സ്റ്റിച്ചിങ് പരിപാടികൾ ഉണ്ട്, പിന്നെ വൈൻ, കേക്ക് പ്രിപ്പറേഷൻ, അങ്ങനെ കുറെ ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലിരിക്കാൻ കുറച്ച് സമയം അധികം വേണമല്ലോ. അപ്പൊ ഞാൻ രാവിലെ 8 മണിയാകുമ്പോൾ ഇവർ പോകും, അച്ഛൻ മക്കളും 8 മണിയാകുമ്പോൾ പോകും. അപ്പൊ ഞാൻ ക്ലീനിങ്ങും പരിപാടികളൊക്കെ, ഒന്നും ഇല്ലാത്ത ദിവസം, എല്ലാ ദിവസവും വർക്കില്ല, അപ്പൊ ഉള്ള ദിവസം, ഇല്ലാത്ത ദിവസമൊക്കെ പയ്യാണ് ചെയ്യുള്ളൂ. ഉച്ചയ്ക്ക് മുന്നായിട്ട് പണികളും കുളിയൊക്കെ തീരുള്ളൂ. അപ്പൊ ഇങ്ങനെ വർക്ക് എന്തെങ്കിലും ഉണ്ട്, ഇന്നിപ്പോ വർക്ക് ചെയ്യുകയും വേണം, അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുകയും വേണം. അപ്പോ ഞാൻ പെട്ടെന്ന് അവർ പോയതിനു ശേഷം കിച്ചണിലെ പണികളൊക്കെ, കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയൊക്കെയാണ് ചെയ്യുക. തലേ ദിവസേ ക്ലീനിങ് ഒക്കെ ഒരുവിധം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നിപ്പോ രാവിലെ 10 മണിക്കുള്ളിൽ, 11 മണിക്കുള്ളിലൊക്കെ തീരുള്ളൂ. ഇന്നിപ്പോ ഷൂട്ട് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എല്ലാം തീർത്തു. എല്ലാം കൂടെ നമുക്ക് ചെയ്യും വേണമല്ലോ, ക്ലീനിങ് ഒന്നും നമുക്ക് അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പൊ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി വാഷിങ്, തുണി ഇടണം, മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്, ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പൊ അത് ഉണ്ട്. പിന്നെ അടി തൊട ക്ലീനിങ് ഉണ്ടല്ലോ, അത് ഇന്ന് ചെയ്യുന്നില്ല, കാരണം നമുക്ക് എല്ലാം കൂടെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇന്നലെ ഞാൻ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത് ചെയ്യേണ്ട കാര്യമില്ല, ഓൾട്ടർനേറ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ ഇന്നലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ചെയ്യുള്ളൂ. അപ്പൊ അതവിടെ, അപ്പൊ നമുക്ക് 10 മണി തൊട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇന്ന് 4 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം. എല്ലാം കൂടെ സ്റ്റിച്ചിങ് നടക്കില്ല, കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യണം, വൈൻ എടുക്കണം. അപ്പൊ അതൊക്കെ വീഡിയോ എടുക്കും കൂടെ ചെയ്യണം. അപ്പൊ അതിന്റെ ക്യാമറ സെറ്റ് ചെയ്യലും അതൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ടൈം പോകും. അപ്പൊ അതുകൊണ്ടാണ് 10 മണിയാകുമ്പോഴേക്കും എല്ലാം ചെയ്തു വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് ഇറക്കാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ടൈം മാനേജ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഓരോന്നിനും ഓരോ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, ഇന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി പണികളൊക്കെ കുറച്ച് നേരത്തെ ചെയ്ത്, അതുപോലെ വർക്കുള്ള ദിവസം ഇന്ന പണികളൊക്കെ ചെയ്യുള്ളൂ, ആ ക്ലീനിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പൊ ഇന്നില്ല, അതൊക്കെ നമ്മൾ തലേന്നേ പ്ലാൻ ചെയ്യണം. എന്തെങ്കിലും വർക്ക് ചെയ്യാനിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആവും. അപ്പൊ അങ്ങനെ ഭയങ്കര ടെൻഷൻ എടുത്ത് വെക്കണ്ട. അപ്പൊ ഞാനിവിടെ കത്തി അടിച്ച് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പരിപാടികളൊന്നും നടക്കില്ല. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കയറാം കേട്ടോ. അപ്പൊ ആദ്യത്തെ പരിപാടി സ്റ്റിച്ചിങ്ങിലേക്ക് മെയിനായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് കേട്ടോ. ഭയങ്കര സൗണ്ടാണ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ. അപ്പൊ ഞാൻ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുക ചെയ്യാറ്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പണി നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെക്കലാണ്. സ്റ്റിച്ചിങ് അമ്മാളുവിന്റെ ഗൗണ് മാത്രം ചിലപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യും, കാരണം അത് വീഡിയോ എടുക്കണം എന്നുണ്ട്. ഞാൻ കുറേ നാളായി സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ട്.
അപ്പൊ ഇത് റയറായിട്ട് ചെയ്യുന്ന ഫ്രോക്കാണ്, ഫിഷ് ടെയിൽ ഗൗൺ ആണ് ചെയ്യാൻ പോണത്. അപ്പൊ ക്രിസ്മസിന് ഞങ്ങൾ അക്കുവിന് ഗോൾഡൻ ഉള്ളതുകൊണ്ട് ക്രിസ്മസിന് ഗോൾഡൻ ആക്കാൻ. അപ്പൊ എൻ്റെ ഒരു പഴയ ഒരു തുണി ഉണ്ട്, സിൽക്കിന്റെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതും പിന്നെ ഈ ഒരു ഇത് പിള്ളേരുടെ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. പണ്ടത്തെ ദോശ നല്ല ഭംഗിയുള്ള ബ്രൊക്കേഡില് നല്ല ഡിസൈൻ വരുന്നതായിരുന്നു. അപ്പൊ ഇത് കളയാൻ എനിക്ക് തോന്നിയില്ല. അപ്പൊ ഇത് ഞാനൊരു ഇതിന്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് നെക്കിന് വെച്ചിട്ട് സ്ലീവും അങ്ങനെ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ പഴയ തുണികൾ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പൊ അതാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എന്തായാലും പഴയ കുറച്ച് തുണികളൊക്കെ തീർക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ്. ചെയ്ത് തീരുമെന്നുള്ളതൊന്നും അറിയില്ല. അമ്മാളുടെ ഗൗണും എൻ്റെ ഈ ഗോൾഡനും എന്തായാലും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കുന്ന തോന്നണേ. അപ്പോൾ ഇത് വീഡിയോ എടുക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കട്ടിങ് പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 എണ്ണം കട്ടിങ് കഴിഞ്ഞു. 4ാമത്തെ അമ്മാളുടെ ഗൗൺ ആയതുകൊണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ലാസ്റ്റ് ചെയ്യണേ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരമാണ് ഫോണിൽ ഇവർക്ക് മെസ്സേജ് വന്നു സ്കൂളിൽ നിന്ന്. ഇവർക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. മഴ ദിവസമാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് കൂടുതലും ഹോളിഡേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ട്രാഫിക് ആയിരിക്കും റോട്ടിൽ. അതുകൊണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മഴയായിരുന്നു. മഴ ഒന്ന് കുറഞ്ഞതുകൊണ്ടായിരിക്കും സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അവരെ കൊണ്ടുവരാൻ പോകണം. അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് എടുത്ത് കാണിച്ചേട്ടോ. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും ഡെയിലി നടക്കണമെന്നില്ല. ഇപ്പം എൻ്റെ ടൈം ബ്രേക്ക് ആയില്ലേ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 12 മണി ആവാറായി. 12:30ക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പം അത് കാരണം സാരില്ല, ഞാൻ നിർത്തിയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചെയ്യാലോ. അപ്പം അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഇതിൻ്റെ പാട്ടാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല പല കാര്യങ്ങൾ നടക്കും. ലൈഫ് അങ്ങനെയാണല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും നടക്കണമെന്നില്ല. അപ്പം ഞാൻ നേരെ അവരെ പോയി കൊണ്ടുവന്നു. 12:30ക്കാണ്. 12:30ക്ക് അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബിസിയാണ്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, മക്കളുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല. പിന്നെ അവർക്ക് കുളിപ്പിക്കലും അവരുടെ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒരുവിധ സമയമായി. 3 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അടുത്തേക്ക് ഇരിക്കാൻ. അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ നിർത്തി. പിന്നെ അടുത്തത് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യലാണ്. അപ്പം അത് ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്നത് ഫോക്കസ് ആവാനാണ് കേട്ടോ. ചിലപ്പോൾ ഒന്ന് സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഫോക്കസ് ആവും. അപ്പം അതൊക്കെയാണ്. കുറേ നേരം ഇരുന്നിട്ട് വേണം നമ്മളൊരു വീഡിയോ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൈയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കാറ്. അല്ലെങ്കിൽ ഇങ്ങനെ ഫോക്കസ് മാറി മാറി നിൽക്കും. അപ്പം എൻ്റെ കൈ അല്ലെങ്കിൽ ഫേസിലാണെങ്കിൽ കണ്ണ് അല്ലെങ്കിൽ കൈ, അതാണ് കൂടുതൽ ഫോക്കസായി നിൽക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ അത്യാവശ്യം പാടുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പം അങ്ങനെ അതാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യലാണ് പിന്നെ ഉള്ളത്. വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. ഒന്നുകിൽ ഫോക്കസ് മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറ ഓഫായി പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ കുറച്ച് സമയം ചെയ്താലേ എൻ്റെ ശ്രദ്ധ പോവും. എപ്പോഴും ക്യാമറയിലേക്കായിരിക്കും ശ്രദ്ധ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ കുറേ വീഡിയോ എൻ്റെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ക്യാമറ ശ്രദ്ധിക്കില്ല, നമ്മൾ ചെയ്യുന്ന കാര്യമാവും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഫോക്കസ് പോവുകയും അല്ലെങ്കിൽ ചിലപ്പോൾ ഓഫായി പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിള്ളേർ വന്ന കാരണം അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ഫുൾ കളിയാണ് കേട്ടോ. വെളിയിൽ പോയിട്ട് ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് അപ്പാർട്ട്മെന്റിൽ. അപ്പോൾ അവിടെ തന്നെ ഭയങ്കര കളിയാണ്. നീ താഴെ പോയി കളിക്കായിരുന്നു നമ്മളു? താഴെ പോയാണോ കളിച്ചേ? എന്താ നമ്മൾ കയ്യിലൊക്കെ മാളു, ആ കയ്യിലെന്താ നിങ്ങൾ വന്നേ? എവിടെ തിരിഞ്ഞേ? അമ്മ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് കൈ കഴുകിയിട്ടില്ലേ? കഴിഞ്ഞില്ലട കളി. താഴെയാണോ കൊണ്ടുവരല? ഞങ്ങൾക്ക് ഇഷ്ടം സമയമില്ല. താഴെ വെയിലല്ലേ? അമ്മാള് ഭയങ്കര വഴക്കുണ്ടാക്കി എന്തിനാണ് അമ്മാൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്? കേക്കിന്റെ മോളിടണ്ടേ? ഇതോടെ തീരുമോ? കൊച്ചു ബാക്കി
ഞാൻ കേക്കിന് മുകളിൽ ഇടാൻ ഇത് കേക്കിന് മുകളിൽ ഇടും അപ്പൊ ഇത് തീരില്ലേ അതെടുത്തോ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഈവനിങ് ആയി, ഇരുട്ടായി തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ ഷൂട്ടിംഗ് ഒക്കെ നിർത്തിയിട്ടോ. അപ്പൊ ഇന്നത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 3 കാര്യങ്ങളായിരുന്നു: 4 ഡ്രസ്സ് കട്ടിങ്ങും, അതുപോലെ ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങിന്റെ വീഡിയോ, അതുപോലെ അൺബോക്സിങ്ങിന്റെ വീഡിയോ. അൺബോക്സിങ്ങിന്റെ പിന്നെ നടന്നില്ല, ഒരു കാര്യം നടക്കാണ്ടിരുന്നുള്ളൂ. 3 കാര്യം വിചാരിച്ചില്ല, 2 എണ്ണം നടന്നു. ഒരെണ്ണം പിറ്റേ ദിവസമാണ് ഞാൻ ഈ വൈൻ അൺബോക്സിങ് ചെയ്യണം കേട്ടോ. അപ്പൊ അത് ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് വീഡിയോ ചേർക്കുന്നേ ഉള്ളൂ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാനിരുന്ന വീഡിയോ ആണ്. വൈൻ്റെ അൺബോക്സിങ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു. പാർട്ട് 2 ആയിട്ട് ഗ്രേപ്പ് വൈൻ്റെ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അത് പിന്നെ കുറെ നീണ്ടുപോയി. അതിന്റെ ഇടയിൽ ഞാൻ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ കാണിച്ചതുകൊണ്ട് പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുക. അപ്പൊ അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്തില്ല. ഇതിന്റെ കൂടെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ 2 കാര്യങ്ങൾ ഇന്നത്തെ പ്ലാൻ ചെയ്തത് നടന്നു. അപ്പൊ ഈ വീഡിയോ ഞാൻ കുറെ മുന്നേ ഇടണമെന്ന് വിചാരിച്ചതാണ്. ന്യൂ ഇയർ ഫസ്റ്റ് വീക്കിൽ തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്. ഇന്ന് ക്രിസ്മസിന്റെ നാട്ടിൽ പോയി വന്നപ്പോൾ ഇവിടെ എല്ലാവരും കിടപ്പായിരുന്നു, പനിയും ചുമയും. ഇപ്പോഴും ഞാൻ അങ്ങനെ റിക്കവർ ആയിട്ടില്ല, സൗണ്ടൊക്കെ അടഞ്ഞിട്ട് ഇരിക്കണം. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. മക്കളുടെയൊക്കെ ഒരുവിധം ശരിയായി. എനിക്ക് മാത്രം ഒരു ചുമയും അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. ഈ വർഷം 2023 എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടമ്മമാരായിട്ട് ഇരുന്നിട്ട് കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ പറയാറുണ്ട്, അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ കമന്റ്സിലൂടെ എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും ന്യൂ ഇയറിന് ഒരു ചിയേഴ്സും കൂടെ പിടിച്ചോ. ഇത് കലങ്ങിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് കേട്ടോ. ഇതൊരു 1 വീക്ക് കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേനും ഇത് നല്ല കളറായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.